പള്ളിക്കൂദാശക്കാലം നാലാം ഞായർ. ക്രിസ്തു രാജത്വ തിരുനാൾ. യോഹന്നാൻ 18:33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. പള്ളിക്കൂദാശക്കാലത്തിൻ്റെ അവസാന ഞായർ. ഇന്ന് നമ്മൾ ക്രിസ്തു രാജത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുനാഥൻ രാജാവായി കിരീടം അണിയിക്കപ്പെടുന്നു എന്നും പ്രതീകമായി പറയാം. ഈശോയുടെ ചിന്തകളുടെയും ദർശനാവിഷ്കാരത്തിൻ്റെയും കിരീടമണിയുന്ന പരിസമാപ്തി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അവിടുത്തെ പഠനമായിരുന്നു. അവിടുത്തെ ചിന്തകളെല്ലാം ആത്യന്തികമായി എത്തുന്നത് ദൈവരാജ്യമെന്ന ദർശനാവിഷ്കാരത്തിലേക്കാണ്. അവിടുത്തെ ആശയങ്ങൾക്ക് പൂർത്തീകരണത്തിൻ്റേതായ ഒരു പരിവേഷമുള്ളതിനാൽ അതിന് അതിശയകരമായ ഒരു പാരത്രികതയാണുള്ളത്. അത് വ്യക്തമാക്കുവാൻ അവിടുന്ന് ഉപമകൾ ഉപയോഗിക്കുന്നു. വഴി നയിക്കുന്നതും എന്നാൽ വഴിതെറ്റിക്കുന്നതുമായ രണ്ട് വശങ്ങളുണ്ട് ഉപമകൾക്ക്. അതായത് അവ ഉപമയുടെ പിന്നിലെ രഹസ്യാത്മകതയിലേക്ക് നയിക്കുന്നതോടൊപ്പം ഉപമയുടെ സാധാരണത്തിൽ വ്യക്തികളെ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. ഉപമയുടെ വിശദാംശങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നവർ ഒരു ലാബിരിന്തിൽ എന്ന പോലെ പുറത്തേക്കുള്ള വഴി കാണാതെ അതിൽ കുടുങ്ങിപ്പോകുന്നു. അതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത്. നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ, സ്വർഗ്ഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, അവർക്ക് ലഭിച്ചില്ല എന്ന് അവിടുന്ന് പറയുന്നു. അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല എന്ന മറുപടി കർത്താവ് നൽകുന്നു. മത്തായി 13:10-14, യെശയ്യാ 6:9-10. യെശയ്യായുടെ പ്രവചനത്തിൻ്റെ ആവർത്തനമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ജീവിതം ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് സുവിശേഷങ്ങളിൽ. ആ ക്ലൈമാക്സ് തിരസ്കരണത്തിൻ്റെയും പുറന്തള്ളലിൻ്റെയും പീഡിപ്പിക്കലിൻ്റെയും ഒന്നായിരുന്നു. അവിടുന്ന് ഈ ലോകത്തിൻ്റെ മാനദണ്ഡമനുസരിച്ച് ആകുവാൻ പാടില്ല. കർത്താവും അത് അംഗീകരിച്ചു കൊണ്ടെന്ന പോലെ പറയുകയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന്. കർത്താവിൻ്റെ കണ്ണുകൾ നിലനിൽക്കുന്നവയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലുള്ളവ കടന്നു പോകുന്നവയാണ്, അവയിലല്ല അവിടുന്ന് തൻ്റെ ദൃഷ്ടി ഉറപ്പിക്കുന്നത്. അവയെ തൻ്റെ അധികാരപരിധിയിൽ കർത്താവ് കാണുന്നുമില്ല. എങ്കിലും പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നാഥനും ഭരണാധികാരിയും ദൈവം തന്നെയാണ്. അതനുസരിച്ച് കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കണം. ഡിവൈഡ് ആൻഡ് റൂൾ, പരസ്പരം കലഹിപ്പിച്ച് ഭരിക്കുക എന്ന പ്രായോഗികവും അധാർമികവുമായ ഭരണ സംവിധാനങ്ങളാണ് ലോകത്തിൽ എപ്പോഴും എവിടെയും ദേശീയവും അന്തർദേശീയവുമായ തലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനായത്ത ഭരണങ്ങൾ എത്ര ജനായത്തമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഏകാധിപത്യവും അതിൻ്റേതായ വഴിയിലൂടെ എല്ലാം പിടിച്ചടക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, മതസംവിധാനങ്ങളിലും സംഭവിക്കുന്നു. അധികാരത്തെ എല്ലാവരും തന്നെ ദൈവികമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ സഭ മുൻപന്തിയിലാണ്. എങ്ങനെ കണ്ടാലും ഈ അധികാര സംവിധാനങ്ങളൊക്കെ ഈ ലോകത്തിൻ്റേതാണ്. അതിനാൽ തന്നെ അവയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് കർത്താവ് അരുളിച്ചെയ്യുകയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല. എങ്കിലും ഈ ലോകത്ത് വെച്ച് തന്നെ അവിടുന്ന് തൻ്റെ രാജ്യം വന്നു കഴിഞ്ഞു എന്ന് പറയുന്നു. ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു, അത് നിങ്ങളുടെ ഇടയിലുണ്ട്, അത് നിങ്ങളിലാണ്. അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ ദൈവരാജ്യം എവിടെയും സന്നിഹിതമാകണമേ എന്നാണ്. പ്രാർത്ഥിക്കുക മാത്രമല്ല, അവിടുന്ന് പഠിപ്പിക്കുന്നതും ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഏവർക്കും എളുപ്പമായി മനസ്സിലാക്കുവാൻ അവിടുത്തെ ഉപമകൾ ഉപയോഗിക്കുന്നു. ആഗതമാകുന്ന ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ ചക്രവാളത്തിൽ ദൃശ്യമാകുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുന്ന് പ്രവചനാത്മകമായ മുന്നറിയിപ്പുകൾ നൽകുന്നു. ഈ ലോകം അവസാനിക്കുന്നിടത്താണ് പുതിയ രാജ്യം, അതായത് ദൈവരാജ്യം ഉദയം ചെയ്യുന്നത് എന്ന് അവിടുന്ന് തൻ്റെ വാക്കുകളിലൂടെ ദ്യോതിപ്പിക്കുകയും ചെയ്യുന്നു. തൻ്റെ തന്നെ ഇഹലോക ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ ദാവീദിൻ്റെ പുത്രനായി ജനങ്ങൾ അവിടുത്തെ പ്രഘോഷിച്ചപ്പോൾ അത് അപ്പാടെ ഈശോ തള്ളിക്കളഞ്ഞില്ല. ഓശാന പാടിയുള്ള ഘോഷയാത്ര എത്തിച്ചേർന്നത് ജെറുസലേം ദേവാലയത്തിലേക്കാണ്. അവിടെയാണ് രാജാവും കർത്താവുമായ ദൈവത്തിൻ്റെ ഇരിപ്പിടവും സിംഹാസനവും. ദേവാലയത്തിൻ്റെ നാശത്തെ തൻ്റെ ജീവിതത്തിൻ്റെ പീഡനകാലത്തിലൂടെയുള്ള പൂർത്തീകരണവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ജെറുസലേം ദേവാലയം ഒരു പ്രതീകമാകുന്നു. പിന്നെ സ്വർഗീയ ജെറുസലേമിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കർത്താവിൻ്റെ ചില ഓർമ്മകളും അതിലേക്ക് നയിക്കുന്നു. സഭയുടെ പഠനത്തിൽ കർത്താവ് വിളംബരം ചെയ്ത രാജ്യത്തിന് ദൈവശാസ്ത്രപരവും ചരിത്രപരവുമായ വലിയൊരു സ്ഥാനമുണ്ട്.
അതിനാൽ ആരാധനാക്രമ മത്സരത്തിന് തന്നെ ക്ലൈമാക്സ് ആയിത്തീർന്നു ഈ തിരുനാൾ. എന്നാൽ നമ്മുടെയും ലോകത്തിൻ്റെയും നേതൃസ്ഥാനത്ത് കർത്താവിന് എന്ത് സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത്? ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുവാൻ ഈ ലോകത്തിലെ ശക്തർക്കും സ്വാധീനമുള്ളവർക്കുമല്ലേ നമ്മൾ ഇപ്പോഴും അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? പണത്തിനും അധികാരത്തിനുമല്ലേ നമ്മൾ എവിടെയും ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്? സഭയിൽ പോലും കാര്യങ്ങൾ അങ്ങനെ തന്നെ. കർത്താവിൻ്റെ പഠനത്തിലെ കാതലായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇനിയും കടന്നു വന്നിട്ടില്ല. ദാസനായി തീർന്ന് തൻ്റെ ശിഷ്യന്മാരുടെ തന്നെ കാലുകൾ കഴുകുന്ന കർത്താവിന് എത്ര വൈമനസ്യത്തോടെയാണ് നമ്മൾ സഭാ നേതൃത്വവും നമ്മളെല്ലാവരും രാജകീയ സിംഹാസനവും കിരീടവും നൽകുന്നത്. പകരം ശിഷ്യന്മാർ തന്നെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു, കിരീടധാരണം ചെയ്യപ്പെടുന്നു, ചുറ്റുമുള്ളവരെ പ്രജകളായി കണക്കാക്കുന്നു. എവിടെയും ആരാധനാതുല്യമായ അംഗീകാരവും അനുസരണവും ആവശ്യപ്പെടുന്നു. എങ്കിലും നമ്മൾ ഔദ്യോഗികമായി ക്രിസ്തുരാജ തിരുനാൾ ആഘോഷിപ്പിക്കുകയും ചെയ്യുന്നു. അതിലെ വിരോധാഭാസം ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നഷ്ടപ്പെട്ടു പോയതും ഒറ്റപ്പെട്ടു പോയതുമായ ആടുകളെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുന്നതിന് പകരം ആടുകളെയെല്ലാം ചുറ്റും നിർത്തി അധികാരത്തിന് രാജകീയ പരിവേഷം കൊടുക്കുവാൻ, അങ്ങനെ സഭാസമൂഹത്തെ രാജകീയ ജനസമൂഹമായി പ്രദർശിപ്പിക്കുവാൻ ഔദ്യോഗിക സഭ ആഘോഷങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും പരിശ്രമിക്കുകയാണ്. അങ്ങനെ സഭയൊരു ശക്തമായ രാജ്യവും ഭരണ സംവിധാനവുമായിത്തീരുന്നു. അത് പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മൾ ഭൗതികവും ലൗകികവുമായ എല്ലാ ഭരണ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്നു. ഇന്നും അതിൻ്റെ ഭാഗമാണ് ഔദ്യോഗികമായി ക്രിസ്തുരാജ തിരുനാളിൻ്റെ അനുഷ്ഠാനവും ആഘോഷങ്ങളും. സഭയ്ക്ക് ക്രിസ്തുനാഥൻ്റെ സാന്നിധ്യം കൊടുത്ത് അവളെ ഏറ്റവും എളിയവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാന്നിധ്യമാക്കിയാൽ സഭ അവിടുത്തേതായിത്തീരും. അയക്കപ്പെടലിൻ്റെയും ഇറങ്ങിച്ചെല്ലിൻ്റെയും പാത സഭ കണ്ടെത്താത്തിടത്തോളം കാലം സഭ ഈ ലോകത്തിൻ്റെ ഭാഗം മാത്രമായിരിക്കും. കർത്താവിൻ്റെ കിരീടധാരണം അവിടുത്തെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സിൽ കാൽവരിയിലേക്കുള്ള വഴിയിൽ വച്ചായിരുന്നു. കുരിശിലായിരുന്നു അവിടുത്തെ സിംഹാസനാരോഹണം. അത് ചരിത്രവും പാരമ്പര്യവും വരച്ചു കാട്ടിയ ഒരു ഭാവനാചിത്രമായിരുന്നില്ല. അവിടുന്ന് പരിത്യക്തരുടെയും പീഡിതരുടെയും രാജാവാണെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ തെളിയിച്ച് അതിന് സാക്ഷ്യം നൽകി. ഭരിക്കുക എന്നതിനു പകരം ഒരു പ്രവൃത്തിയെ അവിടുന്ന് തനിക്കായി നിശ്ചയിച്ച് അതിന് ബലി എന്ന പേര് കൊടുത്തു. അങ്ങനെ അന്ത്യ അത്താഴവേളയിലും കാൽവരിയിലും അവിടുന്ന് അതിന് മാതൃകയായി. അവിടുന്ന് ഭരിക്കുന്നത് അനേകായിരങ്ങളുടെ ജീവിതങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലിയാക്കിയ പ്രവൃത്തിയിലൂടെയാണ്. അതുവഴി അവിടുന്ന് ഒരു രാജ്യം സ്ഥാപിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലാണ് അവിടുന്ന് അത് സ്ഥാപിച്ചത്. അവിടെ തൻ്റെ ആധിപത്യം ഉറപ്പിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവരാജ്യം നിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ആലയങ്ങളും സിംഹാസനങ്ങളുമായി പ്രഖ്യാപിച്ചു. മനുഷ്യഹൃദയത്തെ ഭരിക്കുവാനുള്ള മാത്രമാണ് മനുഷ്യകുലത്തെയും ഭരിക്കുവാൻ മനുഷ്യഹൃദയത്തെ ഭരിക്കുന്നവന് മാത്രമാണ് മനുഷ്യകുലത്തെയും ഭരിക്കുവാൻ സാധിക്കുന്നത്. ഭീതിയും അനുസരണവുമല്ല ആധിപത്യം ഉറപ്പിക്കുന്നതിൻ്റെ മാനദണ്ഡം, മറിച്ച് ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തുന്ന സ്നേഹമാണ്. ഈ ചിന്തകളൊക്കെ ദൈവശാസ്ത്രപരമായി രൂപപ്പെടുത്തിയ ഭാവനാചിത്രമല്ല. നമ്മുടെ വ്യക്തിപരവും സമൂഹപരവുമായ ജീവിതത്തെ ആഴമായി പരിശോധിച്ചാൽ ഇതുവരെ പറഞ്ഞത് മുഴുവനും ദൈവിക സത്യങ്ങളായി നമ്മുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടും. അപ്പോൾ നമ്മൾ കർത്താവീശോയെ നാഥനും രാജാധിരാജനുമായി അംഗീകരിക്കുകയും നമ്മുടെ ഹൃദയങ്ങളുടെ ഭരണം അവിടുത്തെ ഏൽപ്പിക്കുകയും ചെയ്യും. എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റേതല്ല എന്ന അവിടുത്തെ വാക്കുകൾ ആന്തരികതയുടെ പുതിയൊരു ദർശനത്തിനായി നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കും. ഈ ലോകത്തിൻ്റേതല്ലാത്ത ഒന്നാണ് നമ്മൾ ഉള്ളിൽ വഹിക്കുന്നത്. ദൈവം വസിക്കുന്ന അവിടുന്ന് ഭരിക്കുന്ന നമ്മുടെ ഹൃദയമാണ് ദൈവരാജ്യം എന്ന വെളിപ്പെടുത്തലാണ് ഈ തിരുനാളിൻ്റെ ആത്മീയ അടിസ്ഥാനം. കർത്താവിന് നമുക്ക് ഹൃദയത്തിൻ്റെ നാഥനും രാജാവുമായി ഏറ്റുപറയാം.